അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ 5 മണിക്കുള്ള വീഡിയോ ആണ് കേട്ടോ. 5 മണി തൊട്ടുള്ളതാണ്. അങ്ങനെ രാവിലെ നമ്മൾ കാൻഡിലൊക്കെ കത്തിച്ചൊന്ന് വെറുതെ ഒരു മനസ്സുഖത്തിന് വേണ്ടി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിക്ക് പോയിട്ട് ആദ്യം തന്നെ നമ്മൾ ചായ ഇട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കണം. എന്നാലല്ലേ നമുക്ക് കുറേ പണിയെടുക്കാൻ ഒരു എനർജി കിട്ടും. പിന്നെ ഒന്ന് സാമ്പാറും ദോശയാണ്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ട് പിന്നെ ചെറിയ സിമ്പിൾ സാമ്പാറാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ ഉണ്ടാവില്ലേ, ചെറിയ പീസ് എന്നല്ലോ ബാക്കിയായത്, അത് വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിന്, ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഒരു ചെറിയ വെള്ളരീൻ്റെ കഷ്ണം, ഒരു ചെറിയ ക്യാരറ്റ് ഉണ്ടായിന്. മുറ്റത്ത് ചെറിയ 2-3 വെണ്ട ആയിട്ടുണ്ടായിന് മരത്തിൽ. അപ്പോൾ അതും ഒന്ന് പറിച്ചെടുത്ത് അപ്പോൾ അത് സാമ്പാറിനുള്ള കഷ്ണം റെഡിയായി. പിന്നെ പ്രത്യേകിച്ച് ഒന്നും തരിയണമെന്നില്ല. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണ്, തൊലിയെല്ലാം എടുത്തിട്ട്. അപ്പോൾ പരിപ്പിൻ്റെ ഒന്നിച്ചിട്ടിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാദാ സാമ്പാർ പൊടി, ഉപ്പ്, പുളി വേണ്ട ഈ സാമ്പാറിന്, കുറച്ച് പീസും, പിന്നെ വെള്ളരി കുറേ അധികമുള്ളതുകൊണ്ട് പുളി വേണമെന്നില്ല, വെറും ഒരു തക്കാളി മതി. അങ്ങനെ അതെല്ലാം കൂടിയിട്ട് നമ്മൾ കുക്കറിലിട്ട് അടച്ച് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ 2 വിസിൽ വരുമ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിക്കിട്ടും. അത്രേ പണിയുള്ളൂ. നമ്മൾ സാമ്പാറിന് എല്ലാ പീസും വേണം, അതില്ല ഇതില്ല ഒന്നും നോക്കണമല്ലോ. അപ്പോൾ ദോശ അരച്ചതാ നല്ല പോലെ പൊന്തിയിട്ട് വന്നിട്ടുണ്ട്. അതങ്ങനെ കണ്ടാൽ തന്നെ ഒരു സമാധാനമാണല്ലേ. അങ്ങനെ അതാ ദോശ എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നുണ്ട് രാവിലെ. പിന്നെ അറിയാമല്ലോ, എല്ലാ പോരയിലും കുറേ പണികളുണ്ടാവുമല്ലോ. ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ദോശ എല്ലാവർക്കും ചുട്ടെടുത്ത് അതിൻ്റെയൊക്കെ കഴിഞ്ഞ ഇടയിൽ ഞാൻ ചായയും കുടിക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് ഒരു ഇതിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്. പിന്നെ ഈ സാമ്പാർ വറവിടുന്നതാണ്. ഇങ്ങനെ ആരെങ്കിലും വറവിട്ടില്ലെങ്കിൽ ഒന്നിട്ട് നോക്കണം, നല്ല ടേസ്റ്റാണ്. കടുക്, വെളുത്തുള്ളി, ഉലുവ, പിന്നെ കുറച്ച് കായപ്പൊടി, കറിവേപ്പില, ഇത്ര ഇട്ടാണ് ഞങ്ങൾ സാമ്പാർ വറവിടുന്നത്. പിന്നെ അതാ മുറ്റടിച്ച് പാത്രമെല്ലാം ഒന്ന് കഴുകി എല്ലാം ക്ലീനാക്കി. രാവിലത്തെ പണി ഇങ്ങനെയൊക്കെയാണ് എന്നും. അപ്പോൾ പാത്രം കുറേ ഉണ്ടായിരുന്നു, എല്ലാം ഒന്ന് കഴുകി എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. പാത്രം നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലേ, അതിലൊരു സ്മെല്ല് വരുമല്ലോ, എല്ലാ വീട്ടിലും ഉണ്ടാവും വേസ്റ്റ് ഇട്ട ഒരു സ്മെല്ല്. അപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് എന്നും രാവിലെ ഇതിലേക്ക് കുറച്ച് സോഡപ്പൊടി, 1 സ്പൂൺ സോഡപ്പൊടി, നമുക്ക് വലിയ റേറ്റുള്ള സാധനമൊന്നുമല്ലല്ലോ. സോഡപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ അതാ എല്ലാ പണിയും കഴിഞ്ഞ് ചായ കുടിക്കുകയാണ്.